ഞാൻ പറഞ്ഞു വന്നത്, നോയമ്പെടുക്കുന്നതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന, നോയമ്പെടുത്തിട്ട് എന്താ കാര്യം? നിങ്ങൾ പിന്നെ പോയിട്ട് മൂക്കുമുട്ട തിന്നില്ലേ? വൈകുന്നേരമായാൽ പിന്നെ അതുവരെ പട്ടിണി കിടന്നിട്ട് വൈകുന്നേരം സന്ധ്യയ്ക്ക് ബാങ്ക് അങ്ങോട്ട് കൊടുത്താൽ ഒന്ന് നിസ്കരിച്ചോടി വന്നിട്ട് ഉള്ള കോഴിയിറച്ചിയും ബിരിയാണിയും എല്ലാം അടിച്ച് വല്ലാത്തൊരു തീറ്റയല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇതില് വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെയാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യും. ഞാനും നോയമ്പെടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ കിട്ടുന്നതൊക്കെ ഞാനും തിന്നാറുണ്ട്. പക്ഷേ ഇതിനൊരു വളരെ സയന്റിഫിക്കായ ഒരു വശം ഇതിൻ്റെ പിറകിലുണ്ട്, നമ്മൾ കാണാതെ പോകരുത്. ഈ മനുഷ്യന് 11.5 മണിക്കൂറോളം നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ആമാശയത്തിൽ, നിങ്ങളുടെ കുടലിനകത്ത് ഒരു പ്രത്യേക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഹോർമോൺ വെറുതെ ഉൽപ്പാദിപ്പിക്കുന്നതല്ല. ഇവനിതാ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ അവശനായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരം പറയാണ്, ഇവനിങ്ങനെ അവശനായിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഇവനെ രക്ഷിക്കാനുള്ള, അവന് എനർജി കൊടുക്കാനുള്ള ഒരു മെക്കാനിസം വേണം. ആ മെക്കാനിസമാണ് ഈ ഉണ്ടാകുന്നത്. ആ മെക്കാനിസം സംഭവിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറയുന്ന ഹോർമോണുകൾ, അത് നിങ്ങളുടെ ശരീരത്തിന് ഓട്ടോ ഇമ്മ്യൂണിറ്റി, നിങ്ങളുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കും. നിങ്ങളുടെ ശരീരത്തിന് പല രോഗങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള കഴിവ് കൊടുക്കും. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം എന്ത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന തരത്തിലുള്ള ഡയറ്റ് മെക്കാനിസമാണ്. ഇതുപോലെയുള്ള ഇടവിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഇപ്പോൾ യൂറോപ്യൻകാർ പറയുമ്പോൾ നമ്മൾ എന്നാ ഒന്ന് എടുത്തു നോക്കാമെന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. ഇതേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് മുഹമ്മദ് നബി അന്ന് ഈ പറയുന്ന സയൻസ് ഒന്നും വികസിക്കാത്ത, ഈ പറയുന്ന അറിവൊന്നും എവിടെയും എത്താത്ത ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച്, യൂറോപ്യന്മാർ കണ്ടുപിടിച്ച് നമ്മളിലേക്ക് എത്തിക്കാത്ത കാലത്ത് നമ്മളോട് ആവശ്യപ്പെട്ടത്, അങ്ങനെയൊരു ജീവിത ശൈലി നമ്മളോട് പറഞ്ഞത്.